അല്ല പാലക്കാട് ഉണ്ടാവും, ഇവിടെ തന്നെ ഉണ്ടാവും. ഇപ്പോ എനിക്ക് പറയാനുള്ള ആകെയുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയുടെ മുൻപാകെയുണ്ട്. ഇനി കോടതി തീരുമാനിക്കട്ടെ. സത്യം ജയിക്കുമെന്നുള്ള ഉത്തമമായ ആത്മവിശ്വാസമുണ്ട്. ഇതിനപ്പുറം ഒരു വാക്ക് എനിക്കിപ്പോൾ പറയാനില്ല. ഈ രണ്ടാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ട് രാഹുലിന് ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സ്വാഭാവികമായിട്ട് അതിന്റെ ചോദ്യങ്ങൾ ഒഴിഞ്ഞു മാറുകയാണോ? പാർട്ടിയിൽ നിന്ന് നടപടി എങ്ങനെയാണ്? അത് രാഹുൽ പ്രതീക്ഷിച്ചിരുന്നു. രാഹുൽ ആ നടപടി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? പാർട്ടിയിൽ വലിയ വിശ്വാസമൊക്കെ അർപ്പിച്ചിരുന്നു. പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായിട്ട് സസ്പെൻഷൻ എന്നുള്ള രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അവസാന ഘട്ടത്തിൽ രംഗത്ത് വന്നത്. താങ്കൾക്ക് അതിനെ കുറിച്ചൊന്നും പ്രതികരിക്കാനില്ലേ? അങ്ങനെ മുങ്ങി എന്നുള്ളതാണ് പൊതുവെ പറയപ്പെടുന്നത്. അങ്ങോട്ട് തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ആയിട്ടാണ് കണ്ടത് എന്നും പറഞ്ഞു. രാവിലെ ഒളിവിലായിരുന്നു വിളിച്ചിട്ട് കിട്ടിയിരുന്നില്ല, ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല പാലക്കാട് എം എൽ എ. ഇനി മാധ്യമങ്ങളോട് പ്രതികരണം ഇല്ല എന്നുള്ളതാണ്, അതായത് കേസ് തീരുന്നവരെ പ്രതികരണം ഇല്ല എന്നാണ് ഈ വിഷയത്തിൽ. പാലക്കാട് തുടരോ? എന്താ നീക്കം? സാധാരണ ഏത് വോട്ടർമാർക്കിടയിൽ തന്നെ ഉണ്ടാവുമല്ലോ. MLA എന്ന നിലയ്ക്കുള്ള പ്രവർത്തനമായിട്ട് പാലക്കാട് തുടരും പൂർണ്ണമായിട്ടും. അങ്ങനെയാണോ? ചെയ്ത് ഇപ്പൊ വന്നോട്ടേ ഉള്ളൂ. കിട്ടുന്നു പറഞ്ഞു രാജേഷ് രാജേഷിന് കിട്ടും. നമ്മളുടെ അവിടെ മറ്റേ സ്ത്രീ കിട്ടുന്നു സുജാത. നോക്കാം നമുക്ക്. ഓൾ ദി ബെസ്റ്റ്. ഫോളോയിങ് യു. തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതീക്ഷ എങ്ങനെ? തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് പാലക്കാട് നഗരസഭ ഉൾപ്പെടെ പാലക്കാട് നഗരസഭയിൽ വലിയ പോരാട്ടം നടത്തുന്നത് പാലക്കാട് നഗരസഭയിൽ കോൺഗ്രസിന് മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുമോ? ഓഫീസിലേക്ക് ഇനി ഇവിടെ ഉണ്ട്, പാലക്കാടുണ്ട്. രാഹുലേ, ഈ തെരഞ്ഞെടുപ്പിലെ അപ്പം തന്നെ ചോദിക്കണം. യെസ്, ഓഫീസിലേക്കാണെന്നൊരു ചെറിയ സൂചന നൽകുന്നുണ്ട്. ഓഫീസിൽ ഉണ്ടാകുമോ, ഓഫീസിലേക്കാണോ എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞ് തലയാട്ടുന്നതിൽ നിന്ന് ഓഫീസിലേക്കാണ് യാത്ര എന്ന് വേണം നമുക്ക് പ്രാഥമികം മനസ്സിലാക്കാൻ. പ്രതികരണം ഇത്രമാത്രമാണ്. അവിടെ നിന്ന് പോളിംഗ് ബൂത്തിൽ നിന്ന് ഇറങ്ങി മടങ്ങിയ ശേഷം പോകുന്ന വഴിക്ക് അവിടെ ഒരു ഹോട്ടലിൽ കയറി ചായ കുടിക്കുന്നു. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ തനിക്ക് പറയാനുള്ളതും തനിക്കെതിരെ പറയാനുള്ളതും കോടതിയിലുണ്ട്. നീതിന്യായ കോടതി തീരുമാനിക്കട്ടെ, ഇനിയെല്ലാം നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ട് എന്ന് പറയുന്നു. ഇതിനപ്പുറം ഒന്നും പറയില്ല എന്നുറപ്പിച്ച് പറയുന്നു. അദ്ദേഹം ഒന്നും പറയുകയും ചെയ്തില്ല. ചായ കുടിക്കട്ടെ എന്ന് പറയുന്നു. ചായ കുടിക്കുന്നു. ചായ കുടിച്ച ശേഷം അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഒട്ടേറെ ചോദ്യങ്ങൾ ചോദിച്ചു. 2 കേസുകൾ സംബന്ധിച്ച് ചോദിച്ചു. കോൺഗ്രസ് എടുത്ത രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത പാർട്ടി നടപടിയെക്കുറിച്ച് ചോദിച്ചു. ഒന്നിനും മറുപടി പറയാൻ തയ്യാറായിട്ടില്ല. എവിടെ ഉണ്ടാകുമെന്ന് ചോദിച്ചപ്പോൾ വോട്ടർമാരുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള മറുപടി മാത്രമാണ് രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. തൊട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഉണ്ടായിരുന്നവരോട് വോട്ട് ചെയ്തോ എന്നടക്കം ചില കുശലാന്വേഷണവും നടത്തുന്നു. അതിനുശേഷം നേരെ കാറിലേക്ക് കയറുന്നു. എങ്ങോട്ടേക്കാണ് യാത്ര എന്നടക്കം ചോദിക്കുമ്പോൾ ഒപ്പം എന്താകും ഇതിൽ UDFന്റെ പാലക്കാട്ടുള്ള പ്രകടനം ഈ തെരഞ്ഞെടുപ്പ് എന്ന് ചോദിക്കുമ്പോഴൊന്നും